മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശത്തിനായി ക്രിമിനൽ കേസ് നൽകാം. ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് കേട്ട ഒരു ചരിത്ര വിധിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്തയായി വരുമെന്ന്. സത്യത്തിൽ അങ്ങനെ വന്നില്ല. എന്താണ് ഈ വാർത്ത വരാത്തത്? ഈ വാർത്തയുടെ പ്രാധാന്യം എന്താ? അങ്ങനെ സിരിജു ഒന്നും കരുതരുത്. ഇങ്ങനെ വിചാരിച്ച എല്ലാവരും ഭൂലോക വിഡ്ഢികളാണ്. സിരിജു ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ. കാരണം നമ്മുടെ ഇക്കോസിസ്റ്റം അങ്ങനെയാണ്. ഈ വാർത്ത ആർക്ക് ഗുണം ചെയ്താണ്? സ്വാഭാവിക മുസ്ലിം സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക, അല്ലെങ്കിൽ മുഴുവൻ സ്ത്രീകൾക്ക്. മുഴുവൻ സ്ത്രീകൾക്കും, അതാണ് ശരി. മുഴുവൻ സ്ത്രീകൾക്കും, അതായത് വിവാഹിതയല്ലാത്ത സ്ത്രീകൾക്കും ജീവനാംശത്തിന് അവകാശമുണ്ടെന്ന് ഈ കോടതി വിധി പറയുന്നുണ്ട്. ഇതാർക്കെതിരാണ്? ഒരു പുരുഷ മേധാവിത്വത്തിനെതിരാണെന്ന് തോന്നുന്നു. പുരുഷന്മാരെ മൊത്തം പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ഏത് പുരുഷന്മാർക്കാണ്? മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാരുടെ ഒരു ആധിപത്യം തകരും. ആധിപത്യമല്ല, അവർക്ക് 4 കെട്ട തോന്നുമ്പോൾ മൊഴിയല്ല. അപ്പം ഇഷ്ടം പോലെ നിപ്പിലോ കത്തയച്ചോ വാട്സാപ്പിലോ ഉറക്കപ്പിച്ചിലോ പൊഴി ചെല്ലാന്നൊരു പരിപാടിയുണ്ട്. ബന്ധം വേർപെടുത്താൻ മുത്തലാഖ്. അത് മോദി എന്ന് പറയുന്ന ഭീകര ഫാസിസ്റ്റ് നരാധിപൻ നരാധവൻ നശിപ്പിച്ചു എന്നൊക്കെയാണല്ലോ ക്യാമ്പയിൻ. അപ്പോൾ ഇതൊക്കെ മുത്തലാഖ് മോദി നിരോധിച്ചു. മുസ്ലിം സ്ത്രീകൾക്ക് ഗുണമുണ്ടായി. മുത്തലാഖ് നിരോധിച്ചു പറഞ്ഞെന്താണെന്നറിയോ? മുസ്ലിം പുരുഷന്മാരെ ജയിലിലടയ്ക്കാനുള്ള നിയമം. മുസ്ലിം പുരുഷന്മാർ ജയിലിൽ പോകും മുത്തലാഖ് ചൊല്ലിയാൽ. എന്ത് ചെയ്താൽ? മുത്തലാഖ് ചൊല്ലിയില്ലെങ്കിലോ ജയിലിൽ പോകത്തില്ല. പക്ഷെ പറഞ്ഞെങ്ങനെയാ? ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം പുരുഷന്മാരെയും ജയിലിലടയ്ക്കാൻ കൊണ്ടുവന്ന നിയമമാണ്. മര്യാദയ്ക്ക് നിയമം അനുസരിച്ച് സ്ത്രീകളെ കെട്ടി അവരെ നോക്കി മര്യാദയ്ക്ക് ജീവിച്ച് ജയിലിൽ പോവില്ല അല്ലേ? സ്ത്രീകളെ തോന്നുന്ന പോലെ ഉടുപ്പ് മാറ്റുന്ന പോലെ മാറ്റിക്കളയാൻ തീരുമാനിച്ചാൽ നീ ജയിലിൽ പോകണം. ആർക്കാ പരാതി? സ്ത്രീകൾക്ക് പരാതിയുണ്ടോ? ഒരു പരാതിയില്ല. ഇവർക്കാ ഇഷ്ടം പോലെ കെട്ടണം. അത് ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ കൃഷിയിടം എന്ന് പറയുന്നത് അല്ലേ? അതെ. അതിനപ്പുറത്ത് ഒരു അവകാശമില്ല. അടിമകൾ. നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതെ. ABC ചാനലാണ്. അത് ഇന്ത്യൻ എക്സ്പ്രസിലൊരു വാർത്തയുണ്ട്. സ്ത്രീകളുടെ വിവാഹത്തിൽ മലബാർ മേഖലയിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നു. സ്ത്രീകളുടെ വിവാഹമേ, മുസ്ലിം സ്ത്രീകളുടെ വിവാഹത്തിൽ മുസ്ലിം സ്ത്രീകൾ പങ്കെടുക്കുന്നു. അതൊരു വലിയ വാർത്തയായില്ലേ? അതെ. കാരണം അപ്പം എനിക്ക് വളരെ കൗതുകം. നമ്മളൊക്കെ മുസ്ലിം വിവാഹത്തിനൊക്കെ പോയിട്ട് റിസപ്ഷനാണ് ചെല്ലുന്നത്. അവർ വേദിയിൽ പുരുഷനും സ്ത്രീ ഒരുമിച്ചിരിക്കുന്നു, ചിലപ്പോൾ മാല ഇടുന്നു, താലി കെട്ടുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നിട്ട് നമ്മൾ മൃഷ്ടാന്ന ഭോജനം അടിച്ച് വയറ് നിറച്ച് നമ്മൾ തിരിച്ചു പോകും. പക്ഷേ കല്യാണം എന്ന് പറയുന്ന ചടങ്ങുണ്ടല്ലോ, അതിനകത്ത് പെണ്ണിൻ്റെ റോളില്ല. പെണ്ണ് മാറി നിൽക്കണം. ചെറുക്കൻ വന്നിട്ട് ചെറുക്കൻ്റെ കയ്യിലോട്ട് പെണ്ണിൻ്റെ അച്ഛൻ കൈ കൊടുത്തിട്ട് നടത്തുന്നതാണ് വിവാഹം. പെണ്ണിന് റോളില്ല. അതായത് ഹൈന്ദവ ക്രൈസ്തവ കല്യാണങ്ങളൊക്കെ നടക്കുന്ന പോലെ ആൾ കൂടി നിന്ന് ആളൊക്കെ കൂടുമായിരിക്കും. താലി കെട്ട് പെണ്ണിനെ വിളിച്ചിട്ട് പെണ്ണിൻ്റെ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഒരു ചടങ്ങല്ല മുസ്ലിം വിവാഹം. അതുകൊണ്ട് ഇപ്പോഴും ഇപ്പം ഞാനിത് അറിഞ്ഞപ്പോൾ എൻ്റെ ഒരു മുസ്ലിം സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു, ശരിയാ, ഇത് പണ്ടൊക്കെ പെണ്ണുങ്ങൾ അറിയത്തേ ഇല്ല. വീട്ടിൽ വന്നിട്ട് അപ്പൻ മകളോട് പറയും, നിൻ്റെ നിക്കാഹ് ഞാൻ നടത്തിയിട്ടുണ്ടെന്ന്. അപ്പോഴറിയുന്നത് ചെറുക്കനും പെണ്ണിൻ്റെ അപ്പനോട് നടത്തുന്ന ഒരു ഉടമ്പടിയായിരുന്നു വിവാഹം. ഒരു മെഹർ എന്ന് പറഞ്ഞ സാധനം കൊടുക്കും. പക്ഷേ പുരുഷന്മാർ സ്ത്രീകളുടെ പിതാവിന് കൊടുക്കുന്നൊരു തുകയാണ് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പെണ്ണറിയുന്നില്ല. നമ്മൾ വീട്ടിലെ മാടിനെയൊക്കെ വിൽക്കത്തില്ല. അതെ. വിൽക്കുമ്പോൾ ഉടമസ്ഥൻ ഒരു കാശ് കൊടുത്തിട്ട് മറ്റോ മേടിച്ചിട്ട് ഒരു ഷെയ്ക്കാൻ്റെ കൊടുക്കും എന്ന് പറയുന്നത് പോലെ പെണ്ണിൻ്റെ അച്ഛനും ചെക്കനും കൂടെ നടത്തുന്ന ഒരിടപാട്. എന്നിട്ട് ഇതിന് പൈസയും കൊടുക്കും പെണ്ണിൻ്റെ അച്ഛന്. അതാണ് മെഹർ എന്ന് പറയുന്നത്. അത് വലിയ കോടികളൊന്നും ആയിരിക്കത്തില്ല. ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ സ്ത്രീധനം വാങ്ങുന്നില്ല, പകരം ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ്. എത്ര കൊടുക്കുക? കൂടി പോയൊരു 10,000 രൂപ മാടിനെ വാങ്ങുന്ന പോലെ മേടിച്ചുകൊണ്ട് പോകുന്നതാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയരുത്, കൈയും കാലും വെട്ടരുത്. നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് വിവാഹം. അപ്പം ഇപ്പോൾ ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്ത, ഇപ്പോഴത്തെ കുട്ടികൾ സമ്മതിക്കുന്നില്ല, ഞങ്ങളുടെ കല്യാണമാണ്, ഞങ്ങളെ കൂടെ പങ്കെടുക്കണം ആവശ്യപ്പെട്ട് ന്യൂ ജനറേഷൻ കുട്ടികൾ മലപ്പുറത്തൊക്കെ കല്യാണത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് വിളിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മോളുടെ കല്യാണം നടന്നപ്പോൾ അവളെ വേദിയിൽ ഞങ്ങൾ ഇരുത്തി. പക്ഷെ നടപടിയൊക്കെ മറ്റേ പോലെയാണ്. പക്ഷെ അവളെ കാണിച്ചു. അപ്പോൾ പുരോഗതിയുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണമെന്ന് മുസ്ലിം പെൺകുട്ടികൾ ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് മൊത്തത്തിലുള്ള അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയിലാണ് ഈ കേസ് വരുന്നത്. അപ്പോൾ ഈ കേസെന്ന് പറഞ്ഞാൽ കേസിലെ വിധി ഇന്ത്യയിലെ സ്ത്രീകൾക്ക് എസ്പെഷ്യലി സ്വന്തം വിവാഹത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത പെൺകുട്ടികളെ സംബന്ധിച്ച് വലിയ വിജയമാണ്. അത് വലിയ വാർത്തയാവേണ്ടതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട്, ആർക്കെതിരെയാണ്? മുസ്ലിം സമുദായത്തിലെ പുരുഷന്മാർക്ക് എതിരായിട്ടുള്ള വിധിയാണ്. ഉപേക്ഷിച്ചാൽ ചിലവർ കൊടുക്കണം. അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പറയാം.
അല്ലേ? മുസ്ലിങ്ങളിൽ സ്ത്രീകളില്ലല്ലോ. ഇവരുടെ ഈ പ്രാക്ടീസ് വെച്ചിട്ട് സ്ത്രീകൾക്ക് ഒരു ശബ്ദമില്ല. അവർ ഈ പറഞ്ഞ പോലെ കൃഷിയിടോ അടിമകളോ ആടുമാടോ പോത്തോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് മുസ്ലിം പുരുഷന്മാരാണ് മുസ്ലിങ്ങൾ. അവർക്കെതിരായതുകൊണ്ട് നമ്മുടെ പത്രങ്ങൾ മാധ്യമങ്ങൾ ആഘോഷിക്കില്ല. മുസ്ലിമുകൾക്കെതിരെ വല്ലതും പറയാൻ പറ്റുമോ? പറഞ്ഞാൽ വലിയ കുഴപ്പമല്ലേ? ഇന്ത്യ അപ്രഖ്യാപിത ഇസ്ലാം രാജ്യമായിട്ടില്ലെങ്കിലും കേരളം എന്നോ ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് മുസ്ലിം വിരുദ്ധമായ ഒരു വാർത്തയും നമ്മുടെ പത്രങ്ങളിൽ വരില്ല. വന്നാൽ തന്നെ ചെറുതായി കൊടുക്കും, ആഘോഷിക്കപ്പെടില്ല. അതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിധി. ഈ വിധിയെ സംബന്ധിച്ച് 86-ൽ ഷാബാനു കേസിൽ ഇതുപോലെ സമാനമായ വിധി വന്നു. എന്താണ്? ഷാബാനുവിനെ ഉപേക്ഷിച്ചപ്പോൾ അയാൾ ജീവനാംശം കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചു. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ രാജീവ് ഗാന്ധി മുസ്ലിം മതപണ്ഡിതന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആൾ ഇൻഡോറുകാരനാണ് ഷാബാനെ മൊഴി ചൊല്ലിയപ്പോൾ മുഹമ്മദ് ഖാൻ ജീവനാംശം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോടതി ഉത്തരവ് കൊടുത്തേ പറ്റുള്ളൂ. CRPC 125 125 വകുപ്പ് അനുസരിച്ച് ജീവനാംശം കൊടുത്തേ പറ്റുള്ളൂ എന്ന് ഉത്തരവിട്ടപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് രാജീവ് ഗാന്ധി, കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ രാജീവ് ഗാന്ധി ഒരു നിയമം കൊണ്ടുവന്നു. നിയമം കൊണ്ട് ഇത് കൊടുക്കണ്ട എന്നാക്കി. എന്നിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പബ്ലിക് ഫണ്ടിൽ നമ്മുടെയൊക്കെ ചെലവിൽ നിന്ന് വേണം കൊടുക്കാനുള്ള വ്യവസ്ഥയും കൊണ്ടുവന്നു. അതാണ് യഥാർത്ഥത്തിൽ ഷാബാനു കേസിലെ വിധിയാണ് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ തകർച്ച തുടങ്ങിയത്. ആ വിധിയോടെയാണ്. അതിനുശേഷമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എമേർജ് ചെയ്തു വരുന്നത്. അതിനുശേഷം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ രാജീവ് ഗാന്ധി ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് വലിയ അമർഷം ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടാക്കിയപ്പോഴാണ് രാജീവ് ഗാന്ധി അയോധ്യ കേസിൽ ചില ഇടപെടലുകൾ നടത്തിയത്. അവിടെ മുതൽ ആരംഭിക്കുകയാണ് ഇന്ത്യയിലെ BJPയുടെ വളർച്ചയും കോൺഗ്രസിൻ്റെ തകർച്ചയും. അതിനാക്കം കൂട്ടിക്കൊണ്ട് 38 വയസ്സിൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായ ഒരാളുണ്ട് രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ. 1986 കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നായിരുന്നു. അതായത് നമ്മുടെ ഗവർണർ. അദ്ദേഹം പറഞ്ഞു, ഈ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതി കൊണ്ടുവന്ന നിയമത്തെ മറികടക്കാൻ രാജീവ് ഗാന്ധി ഇങ്ങനൊരു നിയമം കൊണ്ടുവന്ന് ശുദ്ധ മര്യാദകേടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിൽ 38-ാം വയസ്സിൽ രാജിവെച്ചു. അത് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചു. രാജീവ് ഗാന്ധിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചു. മുസ്ലിം സ്ത്രീകൾക്ക് അനുകൂലമായ വിധിയെ മറികടക്കാൻ ഭരണഘടന ഭേദഗതി ചെയ്തതിനെതിരെ. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി നിലപാടെടുത്ത് 38-ാം വയസ്സിൽ കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് ഉപേക്ഷിച്ച ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. എന്നിട്ട് അദ്ദേഹം കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നപ്പോൾ കോഴിക്കോട് വലിയ സ്വീകരണം കൊടുത്തു. ആരാന്നറിയോ? CPM എന്ന് പറയുന്ന പാർട്ടി അന്ന് സ്വീകരണം കൊടുത്തു 86-ൽ. ഇത് ചരിത്രമാണ്. അപ്പോൾ ഇത് വലിയ തോതിൽ ഇന്ത്യയിലെ പുരോഗമനവാദികൾക്കും ഒക്കെ ആവേശം പകർന്ന ഒന്നായിരുന്നു ഷാബാനു കേസിലെ വിധി. ഏതാണ്ട് ആ സ്റ്റാറ്റസ് പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. രാജീവ് ഗാന്ധി ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നെങ്കിലും ഷാബാനു കേസിലെ വിധിയുടെ സ്റ്റാറ്റസ് പുനഃസ്ഥാപിച്ചു എന്നതാണ് ഇന്നലത്തെ ജസ്റ്റിസ് നാഗരത്ന ഉൾപ്പെടുന്ന ബെഞ്ചിലെ വിധി എന്ന് എടുത്തു പറയണം. അതാണ് ഒന്നാമത്തെ കാര്യം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ കഥ ഒന്ന് നോക്കാം നമുക്ക്. മുഹമ്മദ് അബ്ദുൽ സമദ് എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ എന്ത് ചെയ്തു? അയാൾ ഭാര്യയെ മൊഴി ചൊല്ലിയത് മുത്തലാഖ് വഴിയാണ്. മുത്തലാഖ് വഴി മൊഴി ചൊല്ലിയപ്പോൾ ആ കേസ് കോടതിയിലെത്തിയപ്പോൾ അവിടുത്തെ കുടുംബ കോടതി ഇയാൾ പ്രതിമാസം 20,000 രൂപ ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ സ്ത്രീക്ക് അയാൾ എന്ത് ചെയ്തു? അപ്പീൽ പോയി. ഹൈക്കോടതി അത് 10,000 രൂപയാക്കി കുറച്ചു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മുസ്ലിം സ്ത്രീയെ ഭർത്താവ് മൊഴി ചൊല്ലിയാൽ ശരീഅത്ത് നിയമപ്രകാരം ഇദ്ദാകാലത്ത് ചെലവിന് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇദ്ദാകാലം എന്ന് പറഞ്ഞാൽ 3 മാസം എന്നാണ്. അതായത് 3 മാസക്കാലം ഭർത്താവ് മൊഴി ചൊല്ലി ഭാര്യയ്ക്ക് 3 മാസക്കാലം ഇയാൾക്ക് ഗർഭം വല്ലതും ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു പീരീഡാണ് ഇദ്ദാകാലം. അതൊന്ന് ഏറ്റവും ലളിതമായി പറയാം. ആ കാലത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് 2 വയസ്സാവുന്നത് വരെ 2 വർഷം മാത്രം ചെലവിന് കൊടുക്കണം. ഇങ്ങനെയാണ് കുട്ടികളുണ്ടെങ്കിൽ 2 വർഷക്കാലം. ഇതായിരുന്നു നിലവിലുള്ള ശരീഅത്ത് നിയമപ്രകാരമുള്ള വ്യവസ്ഥ. അതായത് ഇദ്ദാകാലം പ്രഗ്നൻസി ഉണ്ടോയെന്നറിയാൻ നോക്കുന്ന 3 മാസം, കുട്ടികളുണ്ടെങ്കിൽ 2 വർഷം. അതോടുകൂടി പിന്നെ ഉത്തരവാദിത്വം തീർന്ന് ഇയാൾക്ക് ആ മൊഴി ചൊല്ലുന്ന ആ നിമിഷം തന്നെ വേറെ കെട്ടാം, 4 നമ്പറെ കെട്ടാലോ. അപ്പോൾ ഇത് വന്നപ്പോഴത്തെ ഷാബാനു ഇതിനെതിരെയാണ് സുപ്രീം കോടതി വരെ എത്തിയത്. അപ്പോൾ സുപ്രീം കോടതി പറയുന്നത് CRPC ക്രിമിനൽ നടപടിക്രമം 125 വകുപ്പ് അനുസരിച്ച് ഭർത്താവിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ അവകാശമുണ്ട്. ഏതുവരെയാണ്? ഒന്നെങ്കിൽ അവർ പുനർവിവാഹിതയാവുന്നത് വരെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് 18 വയസ്സ് പൂർത്തിയാവുന്നത് വരെ
CRPC പ്രകാരം ചെലവിന് കൊടുത്തേ പറ്റുള്ളൂ. ചെലവിന് കൊടുത്തില്ല എങ്കിൽ മുത്തലാഖിൽ പറയുന്ന പോലെ ക്രിമിനൽ കേസെടുക്കാം. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറിയാണ്, നിർബന്ധമാണ്, പാലിക്കപ്പെട്ടില്ലെങ്കിൽ ജയിലിൽ പോകും. ഇതാണ് CRPC 125 വകുപ്പ്. ഇതിന് എന്തിനാണ് മുസ്ലിങ്ങൾ എതിർക്കുന്നത്? അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ കല്യാണം കഴിക്കണം, തോന്നുമ്പോൾ ഉപേക്ഷിക്കണം, അതിന് ചിലവ് കൊടുക്കാനും പറ്റില്ല. ഈ വ്യവസ്ഥ മാറ്റിമറിച്ചാണ് രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് കൊണ്ടുവന്ന ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്കെതിരായ ഏറ്റവും കിരാതമായ നടപടിയെ വീണ്ടും സുപ്രീം കോടതി പരിഹരിച്ചിരിക്കുക. കാരണം ഈ കേസിൽ അഭിഭാഷകർ പറഞ്ഞതെന്നറിയോ, രാജീവ് ഗാന്ധി കൊണ്ടുവന്ന 86 നിയമം ഉള്ളതുകൊണ്ട് CRPC 125 നടപ്പാക്കണ്ട. അന്നത്തെ നിയമം നിലനിൽക്കും. അതായത് കോൺഗ്രസ് കൊണ്ടുവന്ന മുസ്ലിം സ്ത്രീകളെ ചതിക്കാൻ വേണ്ടി കോൺഗ്രസ് കൊണ്ടുവന്ന നിയമമാണ് നോക്കേണ്ടത്, CRPC എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞു? ഇത് ഒരു മതനിരപേക്ഷ രാജ്യമാണ്, ഇവിടെ മതനിരപേക്ഷ നിയമത്തിന് താഴെയാണ്, എല്ലാവർക്കും ഈ നിയമം ബാധകമാണെന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞു. ഇതാണ് ഈ കേസിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ജയറാം രമേശാണോ? ജയറാം രമേശും കപിൽ സിബലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. മനു അഭിഷേക് സിംഗ്വിയും പറഞ്ഞിട്ടുണ്ട്, ഈ സുപ്രീം കോടതി വിധിയുടെ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കരുത്. ഇടപ്പനെ ദില്ലി എയർപോർട്ടിൽ ഷീലാ ദീക്ഷിത്തിൻ്റെ കാലത്തുണ്ടാക്കിയ ഒരു ടർപ്പാളിൻ ഷീറ്റ് മറിഞ്ഞു വീണ് അത് അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചത് പ്രധാനമന്ത്രി മോദി രാജിവെക്കണമെന്ന് പറഞ്ഞവർ പറയുകയാണ്. ഇതിനകത്ത് രാഷ്ട്രീയം പറയരുത്. കാരണം മുസ്ലിം സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങളും എടുത്തു കളയാൻ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി നിയമം കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി കൊണ്ടുവന്ന നിയമം വീണ്ടും നടപ്പാക്കണം, അത് കാരണം ഇവർക്ക് ചെലവിന് കൊടുക്കരുതെന്ന് വാദിച്ചത് കോടതി തള്ളിയിട്ട് പറഞ്ഞു ആ നിയമമൊക്കെ പള്ളി പറഞ്ഞാൽ മതി, ഇന്ത്യയിലെ സെക്കുലർ നിയമമാണ് വലുതെന്ന് പറഞ്ഞു. അപ്പോൾ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന നിയമമാണെന്ന് പറയല്ലേ, കോൺഗ്രസ് കൊണ്ടുവന്ന നിയമമാണെന്ന് പറയില്ലേ? ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണോ ഉണ്ടോ ഈ കോൺഗ്രസ്സുകാർക്ക്? കാരണം അവർക്ക് തൂണിലും തുരുമ്പിലും രാഷ്ട്രീയം പറയാം. എന്നാൽ അവർ ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ആണയിട്ട് നടക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ അവകാശം ഹനിക്കാൻ കൊണ്ടുവന്ന നിയമമാണ് ഈ കോടതി ഇന്നലെ വീണ്ടും ആ നിയമത്തിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ നിയമപ്രകാരം മുസ്ലിം സ്ത്രീകൾക്ക് ചെലവിന് കൊടുക്കാൻ മുസ്ലിം പുരുഷന് ആവശ്യമില്ല എന്ന് വാദിച്ച് തോറ്റ കോൺഗ്രസ് പറയാണ് ഞങ്ങൾ കൊണ്ടുവന്ന നിയമമാണെന്നും പറഞ്ഞ് രാഷ്ട്രീയം പറയില്ലത്. അതിനകത്ത് രാഷ്ട്രീയം പറയാൻ പാടില്ല. കാരണം അത് ഇവരുടെ മുസ്ലിം സ്നേഹം മുസ്ലിം പുരുഷന്മാരോട് മാത്രമാണ്, സ്ത്രീകളോട് അല്ല. വളരെ വ്യക്തമല്ലേ? കാരണം ഇതിനകത്ത് ഈ മുഹമ്മദ് അബ്ദുൽ സമദിൻ്റെ അഭിഭാഷകൻ കോട്ട് ചെയ്ത മുഴുവൻ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന നിയമമാണ് ബാധകം ഞങ്ങൾക്ക് എന്നാണ്. രാജീവ് ഗാന്ധി ആരാ? കോൺഗ്രസ്സുകാർ. ആ നിയമം ആർക്കെതിരാ? സ്ത്രീകൾക്കെതിരെ. ഏത് സ്ത്രീകൾക്കെതിരെ? മുസ്ലിം സ്ത്രീകൾക്കെതിരെ. അപ്പം അത് പറയരുത്, അത് പറഞ്ഞ രാഷ്ട്രീയമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. അപ്പോൾ ഏതായാലും നമ്മുടെ നാട്ടിൽ ഈ മതനിയമങ്ങൾ അല്ല പ്രധാനം, മതനിരപേക്ഷ നിയമമാണ് വളരെ പ്രധാനമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഈ ഉത്തരവിൻ്റെ ഏറ്റവും സവിശേഷമായ പങ്ക്. കാരണം ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. എന്താണ്? മതനിയമങ്ങളല്ല വേണ്ടത്, മതനിരപേക്ഷമായി എല്ലാവർക്കും ഒരു പൊതു നിയമം വേണം. CRPC 125 വകുപ്പ് പൊതു നിയമമാണ്, അതനുസരിച്ച് ചെലവിന് കൊടുക്കണം, ചെലവിന് കൊടുത്തില്ലെങ്കിൽ ജയിലിൽ പോകും. ഇത് പൊതു നിയമമാണ്. അതുപോലെ എല്ലാ രംഗത്തും പൊതു നിയമം വേണം. കാരണം നമ്മൾ ക്രിമിനൽ നിയമങ്ങളെല്ലാം പൊതുവാണ്, മുസ്ലിമിന് വേറെ ഒന്നുമില്ല. എന്നാൽ പിന്നെ ഈ സിവിൽ കേസിലായാലെന്താ? അപ്പോൾ പിന്നെ ഇഷ്ടം പോലെ കെട്ടാൻ പറ്റത്തില്ല, തോന്നുമ്പോൾ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, അത് മാത്രമല്ലേ മുടങ്ങുള്ളൂ. അപ്പോൾ അവിടേക്ക് മതനിയമം വേണമെന്നാണ്. അവിടേക്ക് മതനിയമം വേണം. അപ്പോൾ അത് വേണ്ട എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ദൂരവ്യാപകമായ പ്രത്യാഘാതം എന്ന് പറയുന്നത് സരള മുഗ്ദൽ എന്ന് പറയുന്ന കേസിൽ ഉൾപ്പെടെ സുപ്രീം കോടതി ഇപ്പോഴത്തെ മാത്രമല്ല ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന കേന്ദ്ര സർക്കാരുകളോട് പലതവണ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. വെറുതെ BJPയുടെ പ്രൊപ്പഗാൻഡയോ മാനിഫെസ്റ്റോയോ അല്ല. ഇന്ത്യൻ ഭരണഘടനയിൽ പൊതു സിവിൽ നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സർക്കാർ ഉചിതമായ സമയത്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര കാലമായിട്ടും എന്താണ് നിങ്ങൾ നടപ്പാക്കാത്തതെന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് BJP അത് മാനിഫെസ്റ്റോയിൽ കൊണ്ടുവരികയും നടപ്പാക്കുമെന്ന് പറയുകയും ചില സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതിയും പറയുന്നു മത നിയമങ്ങൾക്കല്ല മതനിരപേക്ഷ നിയമങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞു വെക്കുന്നത് ഇൻഡയറക്റ്റ്ലി പൊതു സിവിൽ നിയമം വേണമെന്ന് തന്നെയാണ്. അപ്പോൾ പിന്നെ അത് പ്രധാന വാർത്തയാക്കിയാൽ ഏകീകൃത സിവിൽ നിയമം വേണം എന്നുള്ള വാദത്തിന് BJPയുടെ വാദത്തിന് ശക്തി കിട്ടും.
അപ്പോൾ പിന്നെ വാർത്തയാക്കാൻ പാടില്ല. അതുകൊണ്ട് ഒതുക്കുന്ന ഒരു കൊടുക്കാതിരിക്കാനും പറ്റില്ല. ഒരു കാരണം കൊടുക്കാതിരിക്കും. രണ്ടാമത്തെ കാരണം എന്താ, ഇത് വിശദമായി വാർത്തയാക്കിയാൽ ഷാബാനു കേസിനെ കുറിച്ച് പറയേണ്ടി വരും. ഷാബാനു കേസിൽ സുപ്രീം കോടതി മുസ്ലിം വനിതകൾക്ക് അനുകൂലമായി വിധി പറഞ്ഞു എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതിനെ അട്ടിമറിക്കാൻ മുസ്ലിം മതമൗലികവാദികളുടെയും ഈ താടി വളർത്തിയ കുറേ പണ്ഡിതന്മാരുടെയും ആവശ്യപ്രകാരം മുസ്ലിം വനിതകൾക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധിയെ കോൺഗ്രസ് പാർട്ടി അവരുടെ പ്രധാനമന്ത്രി അട്ടിമറിച്ചു എന്ന് പറയേണ്ടി വരും. അപ്പോൾ കോൺഗ്രസിന് പിന്നെയും പ്രശ്നമാവും. അതൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ വാർത്ത പതുക്കെ ഒരു മൂലയ്ക്ക് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അതാണ് സിനു ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം. ഏതായാലും ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ്, കോമൺ സിവിൽ കോഡ്, ഇതിലേക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ യാത്ര കൂടുതൽ എളുപ്പമാക്കുന്ന ഒരു പച്ചക്കൊടി വീശൽ കൂടിയാണ് ഇന്നലത്തെ സുപ്രീം കോടതി വിധി എന്ന് ഞാൻ പറയും.